നമസ്കാരം. പാകിസ്ഥാൻ അധീന കാശ്മീരിൽ അവകാശ നിഷേധങ്ങൾക്കെതിരെ ജനകീയ വിപ്ലവം കൊടിപിരിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിൽ കലാശിച്ച പ്രക്ഷോഭം POKയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ JKJAACയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പ്രക്ഷോഭങ്ങൾ മേഖലയെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 38 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രക്ഷോഭം. മുസാഫറാബാദ്, മിർപൂർ, കോട്ലി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പൊതുഗതാഗതം നിർത്തുകയും കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയും ചെയ്തതോടെ സാധാരണ ജനജീവിതം ദിവസങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണ്. പാക് പോലീസും പാക് റേഞ്ചേഴ്സും പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ പലയിടത്തും വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. മുസാഫറാബാദിലേക്ക് പ്രക്ഷോഭകർ നടത്തിയ മാർച്ച് സുരക്ഷാ സേന തടഞ്ഞതോടെ അവിടം യുദ്ധസമാനമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഏറ്റുമുട്ടലിൽ നിരവധി സാധാരണക്കാരും പോലീസുകാരും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. POKയിൽ നടന്നുവരുന്ന പ്രക്ഷോഭം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം പൗരന്മാർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്ന വിമർശനത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരുന്നു. വർഷങ്ങളായി പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സൈനിക ഇടപെടലുകൾക്കെതിരെയും POK ജനത നേരിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ഈ പ്രക്ഷോഭം വേദിയായി. ഇത് POKയിലെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും ശക്തമായ സംഭവമായി വിലയിരുത്തപ്പെടുകയാണ്. POKയിലെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും അക്രമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ പോലും വിഷയമായി. കാശ്മീരിലെ ജനങ്ങളുടെ ദുരവസ്ഥയിലേക്ക് ആഗോള ശ്രദ്ധ ക്ഷണിക്കാൻ ഈ പ്രക്ഷോഭങ്ങൾക്ക് സാധിച്ചു. ഈ പ്രക്ഷോഭങ്ങൾ POK ജനതയുടെ ദീർഘകാലമായുള്ള നിരാശയുടെ ഫലമാണ്. പ്രക്ഷോഭങ്ങളെ വളരെ ക്രൂരമായി അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് POKയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭകർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പാക് സർക്കാരിനും സൈന്യത്തിനും നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കുന്നത്. പാകിസ്ഥാൻ അധീനതയിലുള്ള കാശ്മീർ അഥവാ POK നിയമപരമായി ഇന്ത്യയുടെ ഭാഗമായ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. പാകിസ്ഥാന്റെ നിയന്ത്രണമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് കാരണം. ഇപ്പോഴും ഭീകരവാദത്തെ തങ്ങളുടെ വിദേശ നയത്തിൻ്റെ കേന്ദ്രമായി കാണുകയും സ്വന്തം മണ്ണിലെ ന്യൂനപക്ഷങ്ങളെയും പൗരന്മാരെയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ. ഗോതമ്പ്, അരി, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാക് അധീന കാശ്മീരിലെ ജനത പ്രക്ഷോഭം നയിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച പോലും ചെയ്യാതെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസീം മുനീർ പട്ടാളത്തെ ഉപയോഗിച്ച് ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്.